है गूगल मीट के माध्यम के द्वारा इस तरीके से संगति करने के लिए. നമ്മൾ ഇന്ന് ഒരു സഭാജീവിതം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. आज हम लोग मंडली जीवन के विषय में, कलीसिया जीवन के विषय में हम देखेंगे. അപ്പം അതിനുള്ള ബന്ധത്തിൽ ആദ്യം തന്നെ നമുക്ക് ഒരു സഭാജീവിതത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് 1 കോരിന്ത്യർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. तो उसमें मंडली जीवन के लिए जो सबसे बड़ा आवश्यकता बात का आवश्यक को हम देखते हुए हम लोग 1 कोरिन्थी 1 अध्याय का आखिरी वाक्य हम पढ़ेंगे, जिसमें लिखा है कि हमें मसीह का मन होना है करके हम पढ़ते हैं. നമ്മള് പാപികൾ എന്ന നിലയിൽ ദൈവത്തോട് മനസ്സുകൊണ്ട് അകന്നു പോയവരാണ്. മനസ്സുകൊണ്ട് ദൈവത്തോടകന്ന് നമ്മള് ദൈവമായ സാന്നിധ്യമില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു മനസ്സാണ് നമുക്കുള്ളത്. हमारा अवस्था क्या है प्रियो, कि हम लोग मन से हम लोग परमेश्वर से दूर थे और परमेश्वर रहित थे, और मन से हम लोग प्रभु के खिलाफ शत्रु का स्वभाव में था. ये था हमारा असली अवस्था. അപ്പോൾ 2 പേര് ഒത്തു ചേർന്ന് ഒരേ മൈൻഡിലും ഒരേ വിശ്വാസത്തിലും ഒക്കെ മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ദുഷ്കരമായ ഒരു കാര്യമാണ്. तो दो लोग एक मन होकर एक साथ चलना करके बात बोलते समय में, वचन को बोलते समय में मनुष्य से ये थोड़ा मुश्किल का बात है. അപ്പോൾ എങ്ങനെയാണ് ദൈവം ക്രിസ്തുവിൽ നമുക്ക് ഏക മനസ്സുള്ളവരാക്കി തീർക്കാൻ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. तो किस रीति से परमेश्वर ने हमें मसीह में एक मन ठहराकर परमेश्वर में हमें बनाए रखा करके ये बात को थोड़ा हम देखेंगे. അപ്പം നമ്മള് ഏക മനസ്സുള്ളവരാണെങ്കിൽ അത് നമ്മളെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. तो एक मन के विषय में बना रहना है करके पढ़ते समय में फिलिपियों का पुस्तक ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മള് ഏക മനസ്സുള്ളവരാകേണ്ടതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. उसका फिलिपियों का पुस्तक 2 अध्याय 1 से 15 तक पढ़ते समय में किस रीति से एक मन के हमें होना है करके उसका विशेषता वहां पर दिया है. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവന് മഹത്വം വരുന്ന, അതാണ് ദൈവിക തൃത്വത്തിലുള്ള വണ്ണസ് ആണ് സഭയിൽ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. तो हमारे पिता परमेश्वर को मसीह के द्वारा जो महिमा मिल सके उस आधार पर है, जहाँ पर जो एकता पिता पुत्र पवित्र आत्मा में तृत्व में जो एकता है, उसी संबंध का एकता मंडली के साथ, कलीसिया के साथ प्रभु बांधकर उस परमेश्वर के साथ जोड़ा है. നമ്മൾ ആദ്യമായിട്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ फिलिपियों का पुस्तक 2:1 में जब हम पढ़ते हैं, അവിടെ ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ക്രിസ്തുവിന് വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ 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 എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ വാക്യം 2-ാം അധ്യായത്തിന് 1-ാം വാക്യം ആരംഭിക്കുന്നത്. उसका फिलिपियों का पुस्तक 2:1 पढ़ेंगे. So यदि मसीह में कुछ शांति और प्रेम से ढाढ़स और आत्मा की सहभागिता और कुछ करुणा और दया है, तो ये सब बातें हैं ऐसा बोलकर शुरू सवाल पूछकर, या यदि ये सब बातें हैं क्या करके ऐसा पूछकर शुरू कर रहा है वो वाक्य को. ആദ്യം തന്നെ ക്രിസ്തുവിന്റെ മനസ്സ് എങ്ങനെയുള്ളതാണെന്ന് ആ വാക്യത്തിലൂടെ ആദ്യം പ്രകടമാക്കുകയാണ്. तो यह सबसे पहला वहां पर मसीह का मनोअवस्था या मन कैसा है करके उस अवस्था को वहां पर बता रहा है. ക്രിസ്തുവിന്റെ മനസ്സിൽ എപ്പോഴും പ്രബോധനം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നൽകിക്കൊടുക്കാനുള്ള തിരുവചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സാണ് യേശുവിന്റേത്. यीशु मसीह का मन का खासियत क्या है कि हमेशा दूसरों को प्रभु का वचन बांटकर दूसरे लोगों को वचन से भरपूरता से भर देने का आग्रह है प्रभु का. രണ്ടാമത് സ്നേഹം, ആശ്വാസം, സ്നേഹത്തിൽ ഉളവാകുന്ന ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് യേശുവിന്റെ മനസ്സ്. और फिर प्रभु का मन में हम देखते हैं कि प्रेम का ढाढ़स से और आत्मा की सहभागिता से जो करुणा है और दया है, उससे वो बातों से प्रभु का मन भरा हुआ है. പിന്നെ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞ്
സ്നേഹത്തിലും ആശ്വാസം നിറഞ്ഞിരിക്കുന്ന ആ ഹൃദയത്തിൽ എപ്പോഴും യേശുവിന്റെ മനസ്സിൽ എപ്പോഴും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, അവൻ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും കൂട്ടായ്മയിലാണ് അവൻ ജീവിക്കുന്നത്. इस रीति से प्रभु का वचन के साथ बने रहकर जिसके द्वारा शांति और प्रेम का दाढ़स से बंधा रहता है, ऐसे व्यक्तियों के साथ हमेशा आत्मा का एक सहभागिता और संगति बना रहता है. പിന്നെ ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രത്യേക ആർദ്രത, മനസ്സലിവ്, ഇത് യേശുവിന്റെ മനസ്സിന്റെ സവിശേഷതയാണ്. और फिर प्रभु का मन का गुण है, जो स्वभाव है करुणा और दया, ये उसका यीशु मसीह का मन का स्वभाव है. അപ്പം ഇതൊക്കെ യേശുവിന്റെ മനസ്സിലുണ്ടെന്ന് ആദ്യം നമ്മളെ ഗ്രഹിക്കണം. അതാണ് ദൈവം നമ്മളെ, ഇതെല്ലാം നമ്മളിലില്ല, പക്ഷെങ്കിൽ ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. ക്രിസ്തുവിന്റെ മൈൻഡ് ഉണ്ട്. ക്രിസ്തുവിന്റെ മൈൻഡിൽ നമ്മളിപ്പോൾ ചിന്തിച്ചതായ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. तो ये सब विषय सबसे पहला बात समझ, अभी तक हमने जो विशेषता को जो सोच के रखा, जो बातों को अभी मनन किया, ये सब सिर्फ यीशु मसीह में है, हम में नहीं, यीशु मसीह में है करके ऐसा पूर्ण और दृढ़ विश्वास होना जरूरी है. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾക്കുണ്ടാകണമെന്നല്ല പറയുന്നത്. तो ये सब बातें पहला तुम लोगों के अंदर हो, पहला तुम्हारे अंदर हो, ऐसा नहीं कहा है. നമ്മുടെ മനസ്സിലുള്ളത് എപ്പോഴും ശത്രുതയാണ്, നമ്മള് ഭിന്ന അഭിപ്രായങ്ങളാണ്. നമ്മുടെ മനസ്സിലുള്ളതിനെ കുറിച്ച് നമ്മള് തീത്തോസിന്റെ ലേഖനം, ഇവിടേക്ക് നമ്മൾ തിരികെ വരും. നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പണ്ട് എങ്ങനെയുള്ളതായിരുന്നു അവിടെ വായിക്കുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. हमारा मन में क्या क्या है करके अगर समझना है तो वास्तव में जो द्वेष, ईर्ष्या, नफरत, इस प्रकार की बातें हैं, जिसको उदाहरण के लिए हम लोग तीतुस का पुस्तक 3रा अध्याय उसका 3रा वाक्य पढ़ते समय में हम वापस फिलिपियों के पुस्तक में आएंगे. तीतुस का पुस्तक में 3:3 में मनुष्य का असली अवस्था प्रभु में आने से पहले क्या था करके हम पढ़ते हैं. മുമ്പേ ആദ്യം തന്നെ നമ്മൾ ബുദ്ധികെട്ടവരായിരുന്നു. കാരണം നമുക്ക് ദൈവികമായിട്ടുള്ള മനസ്സില്ല, ബുദ്ധികെട്ടവരാണ്, നമുക്ക് വിവേകമില്ലാത്തവരായിരുന്നു. तो वहां पर सबसे पहला देखो, पहले थे मतलब हमारा अवस्था पहले से ही क्या था, हम लोग निर्बुद्धि थे, यानी कि बिना कोई ज्ञान का निर्बुद्धि का अवस्था में थे. അനുസരണം കെട്ടവരാണ്. और हम लोग अनाज्ञाकारिता में थे. ഇതെല്ലാം യേശുവിന്റെ മനസ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. യേശുവിന്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നല്ല ദൈവത്തിന്റെ അതേ ആ മനസ്സ്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയുള്ള മനസ്സാണ് യേശുവിനുള്ളത്. യേശുവിന്റെ മനസ്സ് കംപ്ലീറ്റ് അനുസരണത്തിന്റെ, പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന മനസ്സാണ്. പക്ഷെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, अभी हम जो गुणों के बारे में हम देखते समय में ये मनुष्य का जो गुण का अवस्था है, निर्बुद्धि अवस्था और आज्ञा ना मानने का अवस्था, परंतु ये जो अवस्था है, ये जो बना अवस्था है, यीशु मसीह का डायरेक्ट विपरीत या उल्टा स्वभाव का है. यीशु मसीह का मन हमेशा ज्ञान से भरा हुआ है और वो हमेशा आज्ञा मानने का स्वभाव से भरा हुआ है. उसका ठीक विपरीत और ऑपोजिट है, उल्टा है हमारा मन, जो हम लोग निर्बुद्धि से और आज्ञा ना मानने वाला स्वभाव से हमारा मन से हम भरे हैं. വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. और फिर हम लोग भ्रम में पड़े भटके हुए लोगों के समान है. നാനാവിധമായ ജഡത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് ഈർഷ്യയിലെ, അസൂയയിലെ കാലം കഴിച്ച് അന്യോന്യം ദേഷിക്കുന്നവരും സ്നേഹമില്ലാത്തവരുമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. और हम लोग रग रग में अभिलाषाओं से भरकर हम लोग इस रीति से भेदभाव के साथ डाह रखकर, इस रीति से हमारा जो घृणा करते हुए, एक दूसरे के साथ बैर रखते हुए, ऐसा प्रकार का स्वभाव था हमारा मन में एक समय में. ऐसा हमारा पहले ऐसे थे हम लोग. എന്നാൽ ഇങ്ങനെയുള്ള നമ്മളിൽ ദൈവം കരുണ തോന്നി, മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ അവിടെ അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട്, അപ്പം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ദൈവത്തിന്റെ ആത്മാവ് മനസ്സിനെ രൂപപ്പെടുത്തി ക്രിസ്തു രൂപത്തോട് അനുരൂപമാക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നവീകരണം കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ മൈൻഡ് പുതുക്കി വരണം. तो इसलिए ऐसा हालत जो हमारा परमेश्वर के मन के विरुद्ध और यीशु मसीह के मन के विरुद्ध हालत में हमें रहते समय में, ऐसा समय में था प्रभु का एक बहुत बड़ा अनुग्रह मनुष्य जात के ऊपर आया. परमेश्वर का प्रीति जागने के हमारे ऊपर होने के वजह से, जो प्रभु ने दया जो हमारे ऊपर दिखाया है, इसके वजह से हमारे ऊपर क्या हो गया कि प्रभु ने जो हमारे ऊपर वाक्य 5 का आखिरी भाग में हम पर दया करके वहां पर हम पढ़ते हैं कि पवित्र आत्मा में जो हमें नया बनाने का एक कार्य हमें प्रभु यीशु मसीह के द्वारा
हमें उस पर विश्वास करने के द्वारा हमारे जीवन में हुआ। അപ്പം നമ്മള് 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മള് ഈ മനസ്സ് നീക്കിക്കളയണം എന്ന് വായിക്കുന്നുണ്ട്. हम लोग നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. पहला पत्रोस 2:1 में हम पढ़ते समय में हमारे अंदर जो इस प्रकार का डाह और ईर्षा स्वभाव से भरा हुआ मन को हटाने के लिए वहां पर वचन को हमें कहता है, ताकि क्योंकि हमारा विषय अभी क्या है, मसीह का मन के विषय में है, उसके समान होना है। होने के लिए पहला हमारे अंदर जो चल कपट और डाह ईर्षा है वो हटना जरूरी है। അപ്പൊ അതാണ് നമ്മൾ വിശ്വസിക്കണം. എന്റെ മനസ്സിലുള്ള ഹൃദയത്തിലുള്ളതെല്ലാം യേശു ക്രൂശിൽ ചുമന്നു. അതാണ് നമ്മുടെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് യേശു ക്രൂശിലേക്ക് പോയപ്പോൾ എന്റെ ഹൃദയത്തിലുള്ളതെല്ലാം യേശു കർത്താവ് ചുമന്ന് മാറ്റി എന്റെ ഹൃദയത്തെ ശൂന്യമാക്കി, എന്നിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മളെ ആയിത്തീരുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളത്. तो इसके लिए हमें पहला ये बात विश्वास कर रहे हैं कि जो हमारे मन का ये प्रकार का डाह, ईर्षा और भेदभाव, कपटी स्वभाव को प्रभु यीशु मसीह ने क्रूस में हमारा स्वभाव को उठाकर लेकर उसे खत्म कर दिया। ये है हमारा विश्वास, जो हमें प्रभु यीशु मसीह का क्रूस के कार्य के द्वारा हम विश्वास करते हैं। उसके क्रूस का बलि में उन्होंने हमारा जो भी नेगेटिव बातें था, जो परमेश्वर के विरुद्ध बातें था, उसको उठा लिया और फिर हमारा मन को क्या कर दिया। वाक्य 2 में हम पढ़ते हैं, पहला पत्रोस 2:2 में, कि अभी नया जन्मा हुआ बच्चे के समान, शिशु के समान हमें बना दिया। इसी को ये हालत में है, हम पढ़ते हैं कि हमारा नया जन्म का अवस्था हमें इस रीति से हुआ। അപ്പം നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കാൻ അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ദൈവവിരോധമായ കാര്യങ്ങളെ ചുമന്നു മാറ്റാൻ യേശുവിന് മനസ്സ് വന്നത് തന്നെ ആ മനസ്സിന്റെ ഒരു വലിയ വിശാലമായ മനസ്സാണ് യേശുവിനുള്ളത്. ആ മനസ്സ് എത്ര നല്ല മനസ്സാണ് യേശുവിനുള്ളത്. तो इस रीति से हमारे अंदर का जो नकारात्मक बातें हैं, जो परमेश्वर की विरुद्ध की बातें हैं, जो पसंद जो हमारे अंदर है, उस बातों को हटाकर प्रभु में या हमसे जो बात स्वभाव को हटाने के लिए जो मन प्रभु ने रखा, वही बड़ी बात है कि प्रभु को ये इच्छा हुआ कि हमारे अंदर का ये सारा स्वभाव जो परमेश्वर के खिलाफ था उसको हटाए। वही बहुत बड़ी बात है। അപ്പൊ അതെല്ലാം നീക്കിക്കളയുമ്പോൾ നമ്മൾ എന്തായി തീരുന്നു? 1 പത്രോസ് 2 വായിക്കുകയാണ്, നമ്മൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മുടെ മനസ്സ് വളരെ സിമ്പിളായി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വചനം ഉള്ളിലേക്ക് വരാം. കാരണം ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് യേശുവിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത്. तो ये ऐसा कार्य, जब ये स्वभाव हमारा पुराना मनुष्य का पुराना स्वभाव को हटाने से उसका लाभ क्या होगा, जैसा पहला पत्रोस 2:2 में पढ़े कि अभी हम लोग अभी जन्मे हुए शिशु के समान, अभी जन्मे हुए बच्चे के समान हो जाएगा, जिसके वजह से हम लोग आत्मिक निर्मल दूध के हम लोग लालसा कर सके, जो प्रभु का वचन, क्योंकि प्रभु का वचन में ही है यीशु मसीह का मन का जो स्वभाव की बात है, वो प्रभु का वचन के द्वारा हमें मिलता है। അപ്പൊ ക്രൂശിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന, നമ്മളെ തീത്തോസ് ലേഖനത്തിൽ വായിച്ചതെല്ലാം യേശു ചുമന്നെടുത്തു. ആ അനുസരണക്കേട്, വഴിതെറ്റിപ്പോവുക, ഈർഷ്യ, പക, പിണക്കം, മറ്റുള്ളവരോടുള്ള നമ്മുടെ അസൂയെല്ലാം യേശു ചുമന്നിട്ട് ചുമന്ന ആ പാപത്തിന് ക്രിസ്തു ശിക്ഷ അനുഭവിച്ചു. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മനസ്സിലാകുമ്പോൾ ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിന്റെ മനസ്സുണ്ടാകണമെങ്കിൽ ഇങ്ങനെ നമ്മളിൽ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിന് രൂപാന്തരം, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ക്രൂശിൽ നമ്മുടെ മനസ്സ്, നമ്മളെ ആരോടെങ്കിലും എന്തെങ്കിലും ദോഷം വന്നാൽ ഉടനെ തന്നെ യേശു കർത്താവ് ക്രൂശിൽ അതിനെ ശൂന്യമാക്കി എന്നും അതിനെ ന്യായം വിധിച്ചു എന്നും വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുകി യേശുവിന്റെ രൂപത്തോട് അനുരൂപരാകുന്ന ഒരു പ്രക്രിയ നമ്മളിൽ നടക്കും. इसके लिए हम जब ये विश्वास करते हैं कि प्रभु यीशु मसीह क्रूस पर मरते समय में मेरा जो पुराना स्वभाव था, जो मेरे मन के अंदर का पुराना स्वभाव, जो डाह करना, ईर्ष्या करना, कपटी करना, झगड़ा करना, एक दूसरे के साथ बुरा बर्ताव करने का स्वभावों को प्रभु क्रूस पे लेकर जाकर खत्म कर दिया है करके विश्वास करने की वजह से क्या हो जाता है, तुरंत हमारे अंदर आत्मा का नया करने का प्रक्रिया हमारे अंदर होता है, जिसके वजह से हमारे नया जन्म के द्वारा हम वो पुराना स्वभाव से हटकर मसीह में एक नया व्यक्ति बनकर या अच्छा जो प्रभु का जो स्वभाव के समान हम हो जाते हैं। तो ये बात के विश्वास के आधार पर है कि जो प्रभु ने क्रूस में किया हुआ कार्य के आधार पर हम वो नया स्वभाव में हम लोग बदलते जा रहे हैं। ആദ്യത്തെ നമ്മുടെ മനസ്സ് നമ്മൾ വായിച്ചത്, നമ്മള് തീത്തോസ് ലേഖനത്തിൽ ആ മനസ്സ് ആദാമിന്റെ മനസ്സാണ്. ആദാമിന്റെ മനസ്സിൽ നിന്നും ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് നമ്മളെ മാറ്റാനാണ് ക്രൂശ് ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നത്.
तो तीतुस का 3 में जब हमने पढ़ा हुआ पहले हमारा जो मन कैसा था करके, वो मन को हम लोग वो है आदम से मिला हुआ मन, जो आदम का है, आदमीय स्वभाव का है, उस मन से हमें हटाकर हमें मसीह का मन जो सौम्य और निर्मल है, मसीह का स्वभाव का मन में हमें ये हमें दे दिया है, वो या उस अवस्थे में हमें पहुंचाया है। इसका सबसे बड़ा कारण है वो क्रूश, जो एक कारण बना जिसकी वजह से हमें आदम का अवस्थे से हटाकर मसीह का स्वभाव में हमें लाया। അപ്പൊ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തുവിൽ നിങ്ങൾക്ക്, അപ്പം ക്രിസ്തുവിലുള്ള കാര്യങ്ങളാണ്, ആദാമിലുള്ള കാര്യമല്ല, ക്രിസ്തുവിലുള്ള കാര്യമാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, इसके लिए वहां पर फिलिपियों का पुस्तक 2 अध्याय 1 जब पढ़ते समय में उसका शुरुआत देखो, सो यदि मसीह में, तो वो वचन शुरुआत हमें मसीह में से कुछ बातों को बोलकर कराता है, आदम से नहीं, बल्कि जो भी कुछ बातें जो मन मसीह का है, मसीह का कुछ शांति और प्रेम का दाढ़ा से बोलकर इस रीति से मसीह की बातों को बोलकर हमें उसमें ले आ रहा है। എന്നിട്ട് പറയാണ് സ്നേഹത്തിന്റെ വല്ല ആശ്വാസം. അപ്പൊ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ എപ്പോഴും സ്നേഹത്തിന്റെ നിറവാണ്, ആശ്വാസ നിറവാണ്. അത് നമ്മളിലേക്ക് റിസംബിൾ ചെയ്ത് നമ്മളിലേക്ക് അത് പകരപ്പെടുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുമായിട്ട് ഏകീഭവിച്ച് ഒന്നാകുന്നുണ്ടോ? और फिर जैसे ही कुछ शांति का बातों से हमें भरकर तुरंत वो हमें प्रेम के दाढ़स से हमें भर देता है। तो मसीह का मन का स्वभाव में ही, मसीह का मन में ही हमेशा प्रेम भरा हुआ है हमारे ऊपर, जिस विषय में वो हमें भी उसी स्वभाव से वो हमें भरना चाहता है। അപ്പം യേശുവിന്റെ മനസ്സ് എപ്പോഴും ആത്മാവിന്റെ കൂട്ടായ്മയിലാണ്. ये प्रभु यीशु मसीह का जो मन जो है हमेशा आत्मा का सहभागिता में है। അവന്റെ മനസ്സ് മുഴുവനും ആർദ്രത ഉള്ളതാണ്, അവന് മനസ്സിലുമുള്ളവനാണ്. उसका मन हमेशा करुणा और दया से भरा हुआ है। ഇത് ഉണ്ടെങ്കിൽ, ये सब बातें अगर है तो നമ്മുടെ മനസ്സിലേക്ക് ഇത് റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവൻ ഹൃദയത്തിൽ, അതായത് ക്രിസ്തുവിന്റെ ജീവൻ ഹൃദയത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഈ വിധ കാര്യങ്ങളുമായിട്ടാണ് ഹൃദയത്തിൽ എത്തുന്നത്. तो मसीह का जीवन हमारे हृदय में भर जाना करके बोलते समय में मसीह का ये सब गुणों से हमारे हृदय में और मन में भर जाने का उसका अर्थ यही है। അപ്പൊ ഇത് ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് യേശുവിന്റെ ജീവൻ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ എത്തപ്പെട്ടാൽ നമുക്ക് ആദാമ്യമായിരിക്കും നമ്മൾ നേരത്തെ കണ്ട പക, ഈർഷ്യ, പിണക്കം, ഇതൊന്നും ഒരു സഭാജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. നമ്മൾ 2 സഹോദരന്മാരെ ഐക്യപ്പെട്ടു പോയാലും അതല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഏക മനസ്സുള്ളവരാകുക എന്ന് പറയുന്നത്. ഏക മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനസ്സിനെ യേശുക്രിസ്തു ക്രൂശിൽ മാറ്റിയിട്ട് യേശുവിന്റെ മനസ്സിൽ എന്തുണ്ടോ അത് നമ്മുടെ മനസ്സിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഇടയായി തീരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ടാവും. ഒരു സഭയിൽ കൂടി വരുന്ന എല്ലാവർക്കും ഒരു മനസ്സുണ്ടാവും. അപ്പം കർത്താവിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്തൊക്കെയുണ്ട് അതിനകത്ത്? तो इस रीति से प्रभु का, मसीह का मन की बातें के साथ जो विश्वास करके एक हो जाने के द्वारा है, विश्वासी लोग आपस में सब लोग एक मन होकर और एक ही हृदय में प्रेम में एक चित होकर चलता है। तो ये स्वभाव मसीह में के मन में रहने के वजह से या मसीह का गुणों से भरा हुआ रहने के द्वारा ही उसको मिलने वाला परिणाम है, जो लाभ है जो विश्वासी को मिलता है। अगर ऐसा नहीं रहा तो बाहरी रीति से, शारीरिक रीति से अगर हम लोग कुछ मेल रखकर एकता रखने के लिए बाहरी रीति से अगर हम लोग करने की कोशिश की है तो वो कलीसिया जीवन में वो चलेगा नहीं, उसका उन्नति नहीं होगा। क्योंकि सबसे पहला बात, कलीसिया जीवन में हमें बाहरी रीति से प्रेम रखने से वो नहीं चलता, क्योंकि तभी भी वो आदमीय स्वभाव है। मसीह में अगर जीवन का स्वभाव अगर चलना है तो कलीसिया में मसीह का जीवन रहेगा, तो ही कलीसिया में मसीह का जीवन में सब लोग एक होकर रहेगा, तो ही हम एक चित होकर एक होकर चल सकते हैं। तो एक मन होकर एक चित होकर चलना मतलब उधर इधर की बातों में नहीं, बल्कि मसीह में हमारा मन एक होने से है। तो मसीह का स्वभाव का क्या क्या बातें हैं अभी हमने देखा। അപ്പോൾ യേശുവിന്റെ മനസ്സാണ് ഒറിജിനൽ ആ ദൈവത്തിന്റെ പ്രതിബിംബമായിരിക്കുന്നത്. ദൈവത്തിന്റെ ആ യഥാർത്ഥ മനസ്സ് യേശുവിന്റെ മനസ്സാണ്. ഇനി നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെ യേശുവിന്റെ മനസ്സിലുള്ളത് പ്രതിബിംബിക്കുക ചെയ്യുന്നത്, അതിനെ റിഫ്ലക്ട് ചെയ്യുകയാണ് നമ്മുടെ മനസ്സ് ചെയ്യുന്നത്. तो यीशु मसीह का मन जो है वो ईश्वरीय स्वभाव से भरा हुआ है, यानी कि ईश्वर क्या है, परमेश्वर कौन है, क्या है करके समझना है तो मसीह का मन देखने के द्वारा हम समझ पाएंगे कि परमेश्वर किस रीति का है करके। तो इसके लिए हमारे अंदर अगर ये बातें अगर होना है तो सबसे पहला हमारा जो कपटी स्वभाव का या जो डाहा और ईर्ष्या करने वाला मन को हमें धोकर हमें शुद्ध कर
तो तब धोकर शुद्ध हो जाएगा, हमें साफ कर दिया तो क्या हो जाएगा, तुरंत हमारा जो मन है एक दर्पण के समान, एक आईने के समान बन जाता है। और ये आईना किसके लिए काम आता है? परमेश्वर के गुणों को प्रतिबिंबित करने के लिए, रिफ्लेक्ट करने के लिए, दर्शाने के लिए काम आता है। അപ്പൊ അതിന്റെ 2-ാം അധ്യായത്തിന്റെ ഫിലിപ്പിയിലെ 1-ാം വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നല്ല, പിന്നെയോ ക്രിസ്തുവിൽ വല്ല तो പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, അപ്പം ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സഭാ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് എത്തപ്പെടുന്നു. तो इसके लिए वहां पर 2:1 में, फिलिपियो 2:1 जब फिर से पढ़ते समय में शुरुआती में देखो, यदि मसीह में, तो वहां पर सबसे पहला बात में मसीह का विषय को वहां पर बोलकर वो शुरुआत कर रहा है। हमारा कुछ बातें नहीं, मसीह में से का कुछ जो शांति है और प्रेम का दाढ़स और आत्मा का सहभागिता और कुछ करुणा और दया है। तो अगर ये सब बातें हैं तो वाक्य 2 में हम कहते हैं कि तो क्या होगा, मंडलीय जीवन में हमें एक चित होकर, एक मन होकर, एक ही हृदय से कार्य करने का, बातों में हमें चलने, सहयोग करने में हो पाएगा। अगर मसीह में रहा तो मसीह में जैसे ही रहा तो, या मसीह के स्वभाव में अगर हम लोग एकजुट हो गए तो क्या होगा, कलीसिया में किस किस रीति से हमें कैसा जीना है करके वो सारा बातें मसीह का मन से हमारा मन की ओर आएगा। അപ്പൊ 2-ാം വാക്യത്തിൽ ആരും പറയാണ് നിങ്ങൾ അപ്പൊ ഏക മനസ്സുള്ളവരായി എന്ന് പറയുമ്പോൾ ഏക മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മള് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് ഏക മനസ്സ് വരുമെന്നല്ല. നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒന്ന് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് തന്നെ സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ യേശുവിന്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഏക മനസ്സുള്ളവരായി തീരുന്നത്. तो वहां पर 2 में हम पढ़ते समय में मसीह में बने रहेगा तो उसका परिणाम है कि तुम मेरे आनंद को पूरा करके एक मन रहो। तो वहां पर एक मन रहने का अवस्था हमको कैसा होगा, जब हम सब लोगों का मन मसीह में हम लोग एक हो जाएंगे। तो मसीह का मन में अगर हम लोग सहयोग रहेंगे तो, लेकिन लोग दुनिया में क्या करने देखते हैं, एक मन मतलब क्या, कोई एक विषय को लेकर आकर बात करे, या कोई एक सब्जेक्ट लेकर आकर कुछ बातों को लेकर एक ही बात अगर सब लोग करेंगे तो एकता लाने का जो कोशिश जो रहता है उसमें नहीं है। मसीह में हमारा मन रखने से है, एक मन हो जाते हैं हम। അപ്പൊ യേശുവിന്റെ മനസ്സുമായിട്ട് നമ്മുടെ മനസ്സ് ഒരുമിച്ച് പോകുന്നുണ്ടോ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐക്യമുള്ളവരായി, ഏകഭാവമുള്ളവരായി, ഏക മനസ്സുള്ളവരായി തീരാൻ ദൈവം ഇടയാക്കി തീർക്കുന്നത്. ഏക കാര്യം, ഈ ക്രിസ്തുവിന്റെ മനസ്സിലുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുപോലെ ഒരു കണ്ണാടി പോലെ പ്രതിബിംബിക്കുമ്പോൾ ഒരു സഭാ ജീവിതത്തിനുള്ള ആ ഐക്യത, സമാധാനം, സന്തോഷം എല്ലാം നമുക്ക് അവിടെ ഉണ്ടായി. तो एक कलीसिया जीवन में जो शांति और प्रेम और आनंद भाइयों के बीच में अगर बना रहना है तो उसमें एक ही बात देखना है कि सभी मंडली के सभी विश्वासी लोगों का जो मन है एक दर्पण के समान, आईने के समान, मसीह का स्वभाव को, मसीह का मन को अपने मन में वो लोग रिफ्लेक्ट करे, प्रतिबिंबित करे, ताकि मसीह का सारा स्वभाव में वो लोग भर जाकर मसीह का स्वभाव को वो लोग प्रकट करके दिखाए। यही एक रास्ता है भाइयों के बीच में एक मन रहकर, एक ही प्रेम में, एक चित और एकता में बने रहने के लिए। അപ്പൊ ഏക മനസ്സുള്ളവനെ കുറിച്ച് അവിടെ 2-ാം വാക്യത്തിൽ പിന്നെയും കുറച്ചുകൂടെ വിസ്തരിച്ച് പറയുകയാണ്. ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി. അപ്പോൾ ഇതും ക്രിസ്തുവിലുള്ള ഗുണങ്ങളാണ്, ഈ പറയുന്നതല്ല. 2-ാം വാക്യത്തിൽ പറയുന്ന ഗുണങ്ങളും യേശു ക്രിസ്തുവിലുള്ള ഗുണങ്ങളാണ് നമ്മളിൽ എത്തപ്പെടുന്നത്. तो ये तो जैसे ही हम लोग एक मन रहो करके बोलते समय में उसको और अर्थ बताकर दे रहा है कि तुम एक ही प्रेम में और एक ही चित और एक ही मनसा में बने रहने के लिए। तो ये सब किसकी बातें है? ये सब मसीह का मन का स्वभाव की बातें है, या मसीह का स्वभाव की बातें है, हमारा नहीं है। हम मसीह में बने रहते समय में ये सब स्वभाव और गुण हमारे अंदर प्रकट होता है। ഇതിനാണ് പൗലോസ് പറയുന്ന ഒരു കാര്യം, എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇവിടെ എന്റെ സന്തോഷം എന്ന് പറഞ്ഞ പൗലോസിന് സന്തോഷമല്ല, കർത്താവിന്റെ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാർ ഈ അർത്ഥത്തിൽ ഒന്നിച്ചാകുമ്പോൾ അത് ദൈവഹൃദയത്തിന് വളരെ സന്തോഷമാണ്. കാരണം ഈർഷ്യയിലും പകയിലും പിണക്കത്തിലും ഇരുന്നൊരു ജനം ഇന്ന് ക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരം യേശു ക്രിസ്തുവിലൂടെ ഒന്നായി തീർന്ന സന്തോഷം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി തീരുന്ന ഐക്യത വരുമ്പോൾ അവിടെ ഭിന്നിപ്പില്ല, സാത്താന്റെ യാതൊരു പ്രവൃത്തിയും അവിടെ ഇല്ല.
അവിടെ ശാഠ്യമില്ല, കലഹമില്ല. സ്വർഗത്തെ പോലെ ഭൂമിയിലും ഒരു ലോക്കൽ സഭ ഐക്യപ്പെടുന്നത് ദൈവസഭയുടെ സന്തോഷം കൊണ്ട് നിറയുമ്പോൾ ആണ് ദൈവസംഭവം. तो उसके लिए वहां पर पौलुस कहता है कि ये सब करने की वजह से क्या होगा, तो तुम मेरा आनंद को तुम लोग पूरा कर रहे हो, या पूरा करो करके बोलते समय में, या मेरा आनंद को पूरा करो करके बोलते समय में, ये पौलुस का पर्सनल आनंद की बात नहीं है, बल्कि पौलुस ने मसीह का प्रेम से भर जाने की वजह से, मसीह का आनंद के भर जाने की वजह से, और पौलुस और मसीह एक होने की वजह से पौलुस वहां पर बता रहा है कि जो मसीह का मन है और आनंद है वही पौलुस का आनंद है। तो हम लोग जो एक समय में द्वेष, ईर्ष्या, नफरत और डाह और भेदभाव इस रीति से स्वभाव रखने वाले लोग मंडली में हम लोग बने रहते समय में, मसीह का स्वभाव और गुण से हम लोग भर जाने की वजह से, हम लोग जब मसीह का मन में एक हो गए तो तब क्या होगा, भाइयों के बीच में भाईचारा और आनंद और एकता में का स्वभाव में हो जाता है, जिसकी वजह से हम लोग जो मसीह का मन में आनंद जो है वो हम उसको पूरा कर रहे हैं। അപ്പോൾ ഇവിടെ കർത്താവ് യോഹന്നാനെ സൂചിപ്പിച്ച് പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകേണ്ടതിന്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്തോഷവും നമ്മുടെ സന്തോഷവും, യേശുവിന്റെ മനസ്സും നമ്മുടെ മനസ്സും, യേശുക്രിസ്തുവിലുള്ള ഭാവവും മനോഭാവവും നമ്മുടെ എല്ലാം ഐക്യതയിലേക്ക് വരികയാണ്. तो इसके लिए ये सब यीशु ने यूहन्ना में कहा कि मेरा आनंद में तुम लोग रहो करके, जब प्रभु वहां पर बोलते समय में, इस रीति से प्रभु के मन के साथ अब हम एक हो जाने की वजह से हम लोग उसी मसीह का वो एक ही गुण में हम लोग रहकर उसी का आनंद और प्रेम का इस रीति से व्यवहार में हम लोग सब लोग हो जाते हैं, जिसकी वजह से हम सब लोग अभी क्या हो गए, एक मनसा के समान या एक ही मन के समान, एक ही चित्त में बने रहने का अवस्था में हो जाता है जब हम मसीह के मन के साथ एक हो जाते हैं। तो അവിടെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, और तीसरा वाक्य में हम पढ़ते हैं कि ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. 3 पढ़ना। विरोध या झूठी बढ़ाई के लिए कुछ न करो, पर दीनता से एक दूसरे को अपने से अच्छा समझो. ഇതും കർത്താവിന്റെ മനസ്സിന്റെ കാര്യങ്ങളാണ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മളെ കർത്താവിനെ നോക്കാം. നമ്മൾ കർത്താവിന്റെ ക്രൂശിലെ മരണത്തെ നമുക്ക് നോക്കാം. ക്രൂശിലെ മരണത്തെ നോക്കുമ്പോൾ കർത്താവ് അവിടെ കർത്താവിന് വേണ്ടി അല്ല കർത്താവ് മരിക്കുന്നത്, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്. तो ये बात हम देखते समय में ये भी मसीह का मन का स्वभाव की बातें है। हम देखते हैं कि हमेशा दूसरों का भलाई के लिए, दूसरों का लाभ के लिए अच्छा बारे सोचना, ये प्रभु यीशु मसीह का स्वभाव है। उदाहरण के लिए प्रभु के यीशु मसीह का क्रूस का मृत्यु को अगर देखते समय में, या उसका मन अवस्था तभी हम देखते समय में, प्रभु खुद के लिए कष्ट नहीं, दुख सह रहा है या मृत्यु सहने जा रहा है, खुद के लिए नहीं था प्रभु क्रूस सह रहा था, बल्कि दूसरों को उसका मृत्यु के द्वारा लाभ हो सके, इसके लिए प्रभु क्रूस में हमारे लिए मर रहा है। അവിടെ നമ്മള് വായിക്കുകയാണ്, ഒരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. ഇത് കർത്താവിലാണ് ഇത് ആദ്യം നിറവേറ്റപ്പെട്ടത്. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ, നമ്മുടെ പാപവും വഹിച്ച് കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ, നമ്മുടെ നന്മ, നമ്മളെ ശ്രേഷ്ഠരാക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തത്, നമ്മുടെ പാപങ്ങളെ വഹിച്ച് കർത്താവ് ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ കിടക്കുകയാണ്. तो वहां पर वचन में कहता है कि तुम लोग सब एक दूसरे को अपने से भी अच्छा समझकर हमेशा एक दूसरे के लिए दूसरों का बड़ाई तुम लोग चाहना, हमेशा दूसरों का लाभ के लिए सोच देखना करके, ये बात जब प्रभु बोलते समय में अपने को ये ऐसा करना चाहिए करके बोलते समय में, ये पहला स्वभाव पहला प्रभु में पहला ये बात प्रकट हुआ था। तो क्रूस पर जब प्रभु मरते समय में वो अपने लिए नहीं था, खुद के लिए नहीं था, बल्कि अपने विश्वासियों के लिए, किसी और के लिए वो क्रूस का वो सजा सह रहा था, हमारे पापों से बचाने के लिए था प्रभु यीशु मसीह क्रूस में वो क्रूस सहा। കാരണം അവിടെ തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന യേശുക്രിസ്തുവിന്റെ ഇത് നമ്മളെ യേശു കർത്താവാണ് ആദ്യം നമുക്ക് മാതൃക കാണിച്ചു തരുന്നത്. ക്രിസ്തുവിലാണ് അതുള്ളത്. നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, तो हमेशा दूसरों को अपने से भी बढ़कर समझने का ये स्वभाव हम देखते हैं कि सबसे पहला वो मसीह में था जो पूरा हुआ था, या वो गुण को प्रभु ने प्रकट करके दिखाया। उदाहरण के लिए हम लोग चाहिए तो 2 कोरिन्थी 5 का 21 पढ़ते समय में हम देखते हैं, പാപം അറിയാത്തവനെ
യേശുവിൽ പാപമില്ല, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, നാം ദൈവസന്നിധിയിൽ വിലയേറിയവരാകേണ്ടതിന്. കാരണം നമ്മൾ പാപികളാണ്, നമ്മൾ വിലയില്ലാത്തവരാണ്, നമ്മൾ അന്യപ്പെട്ടു പോയവരാണ്, നരകത്തിന് യോഗ്യരാണ്. ഇങ്ങനെയുള്ള നമ്മളെ അവൻ വിലയുള്ളവരാക്കി തീർക്കാൻ, അല്ലെങ്കിൽ യേശു കർത്താവ് എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് ദൈവസന്നിധിയിൽ എണ്ണാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് നമുക്ക് വേണ്ടി അവന് പ്രായശ്ചിത്തമായി തീർന്നപ്പോൾ നാം ദൈവത്തിന്റെ നീതിയായി, നമ്മുടെ പാപം അവനായി തീർന്നു, അവൻ നമ്മളെ ദൈവത്തിന്റെ നീതിയായി തീർന്നു. ഇങ്ങനെ ഈ രീതിയിലാണ് യേശു നമ്മളെ ശ്രേഷ്ഠരായിട്ട് ക്രൂശിൽ കാണുന്നത്. तो वहां पर दूसरा कुरिन्थी 5:21 में पढ़ते समय में वो प्रभु यीशु मसीह के बारे में हम वहां पर पढ़ते हैं, जो पाप से अज्ञात था, यानी कि यीशु मसीह में बिल्कुल पाप नहीं था, उसी के द्वारा वो हमारे लिए वो पाप ठहरा, या हमारे लिए पाप का बलि हुआ, ताकि हम उसके द्वारा परमेश्वर की हम धार्मिकता बन सके। तो हमें उस रीति से परमेश्वर के लिए उपयोगी बन जाने के लिए, लाभदायक होने के लिए प्रभु यीशु मसीह ने क्या किया, उन्होंने हमारा पापों को उसने उठाकर क्रूस पर वो मरा, ताकि हम लोग, तो ये प्रभु यीशु मसीह का स्वभाव था, वो अपने को, वो हमेशा दूसरों को अपने से भी बढ़कर समझकर दूसरों के लिए लाभदायक हो सके, दूसरे को कैसा फायदा हो सके, ये बात को देखकर था प्रभु यीशु मसीह का कार्य करता था। जो क्रूस में, जब हम प्रभु यीशु मसीह क्रूस पर मरते समय में उन्होंने अपना पाप को अपने ऊपर लेकर हमें उस पाप का अवस्था से हमें बचाया, नरक का दंड से बचाया, और हम परमेश्वर का धर्मी बन जाने के लिए, धार्मिकता बन जाने के लिए किया हुआ कार्य, जिसके वजह से वो लाभ हमें मिला। അപ്പം മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന മനസ്സ് ആരുടെയാണ്? യേശുവിന്റെ മനസ്സാണ്. तो हमेशा दूसरों को अपने से भी बढ़कर समझने का ये स्वभाव, ये किसका स्वभाव है? ये यीशु मसीह का स्वभाव है। യേശു കർത്താവിന്റെ ഈ ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ എണ്ണുന്നതിന്റെ ഈ സ്വഭാവം നമുക്ക് പ്രവചനപരമായിട്ട് 113 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. हमें हमेशा दूसरों को अपने से भी बढ़कर समझना करके जो ये मसीह का स्वभाव है, उसको अगर हम लोग पुराने नियम में, भविष्यवाणियों में भी इस विषय में हम पढ़ते समय में 115 भजन संगीता में हम पढ़ते हैं 113 सॉरी 113 अध्याय, അതിന്റെ 5-ാം വാക്യത്തിൽ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. उसका 5 में हम लोग इस रीति से पढ़ते हैं। 5 पढ़े, हमारे परमेश्वर यहोवा के तुल्य कौन है? वह तो ऊंचे पर विराजमान है, आगे, और आकाश पृथ्वी पर भी दृष्टि करने के लिए झुकता है। वह कंगाल को मिट्टी पर से और दरिद्रों को बुरे पर से उठाकर ऊंचा करता है। അവിടെ നമ്മൾ നോക്കുക, അവിടെ ആദ്യത്തെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉയരത്തിൽ വസിക്കുന്നവനായ നമ്മുടെ ദൈവത്തെ പോലെ നമ്മുടെ ദൈവത്തിന് സദൃശനാരുള്ളൂ. तो वहां पर प्रभु वो वाक्य 5 में वहां पर वो सवाल पूछ रहा है, या बता रहा है कि हमारा परमेश्वर के तुल्य कौन है, जो ऊंचाई पर विराजमान है, उनके समान तुल्य कौन है? എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യൻ ആരുമില്ല. तो ये मतलब ये वाक्य ये बताना चाहते हैं कि परमेश्वर के समान तुल्य और कोई नहीं है। പക്ഷേ അവൻ എന്ത് ചെയ്യാണ്? तो भी उन्होंने क्या किया? അവൻ നമ്മളെ അവിടെ വായിക്കുന്നത് ഹിന്ദിയിലും മലയാളത്തിലും കുനിഞ്ഞു നോക്കി എന്നാണ്. അവിടെ അങ്ങനല്ല. ഹി ഹംബിൾഡ് ഹിംസെൽഫ്, അവനെ തന്നെത്താൻ താഴ്ത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. तो वहां पर जो हिंदी में हमने पढ़ा कि उसने हमारे लिए झुकता है करके है। झुकता है मतलब क्या किया? अपने आप को उन्होंने नम्र कर दीन होकर भूमि पर आया है, वैसा अर्थ में हमें पढ़ना है। അവിടെ നമ്മൾ ഫിലിപ്പ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്ന അതേ കാര്യമാണ്. അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ അതേ കാര്യമാണ് ഹംബിൾ ഹിംസെൽഫ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തിയിട്ട് എന്ത് ചെയ്തു? എളിയവരെ പൊടിയിൽ നിന്ന്. അപ്പൊ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് നമ്മൾ മോശക്കാരായ, നമ്മളാണ് എളിയവര്, നമ്മളാണ് പൊടിയിൽ കിടന്നവര്, നമ്മളാണ് ദരിദ്രനായിട്ട് കുപ്പിയിൽ കിടന്നവര്. നമ്മളെ ഉയർത്താൻ, പ്രഭുക്കന്മാരോട് ഇരുത്താൻ യേശു കർത്താവ് മറ്റുള്ളവരെ ശ്രേഷ്ഠന് നെണ്ണുന്ന ആ സ്വഭാവം യേശു ക്രിസ്തുവിനാണ് ഉള്ളത്. അത് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. तो उन्होंने अपने आप को झुकाया, मतलब क्या है? अपने आप को नम्र किया, अपने आप को दीन किया। जैसा हम लोग फिलिपियों का पुस्तक 2 अध्याय में भी पढ़ते समय में 7 और 8 में जो हम देखते हैं कि वो प्रभु ने क्या किया, अपने आप को उसने शून्य करके दास के रूप में होकर धारण करके मनुष्य का समानता में आकर और मनुष्य का रूप में प्रकट होकर अपने आप को नम्र और दीन किया। तो वो जो नम्र और दीन होने का जो अवस्था की बात है, वहां पर हम लोग ने अभी पढ़े कि जो फिलिप 113 का
5 में कि उसने झुका यानी कि क्या, अपने आप को नम्र करके, 6 में झुककर वो जो दीन हो गया है करके हम पढ़ते हैं। और फिर क्या किया हमारा अवस्था, और फिर प्रभु ने क्या किया, कंगालों को और जो मिट्टी पर पड़े हुए दरिद्र अवस्थे में है, मतलब वो कौन है, वो हम लोग हैं। हम लोग जो एक समय में कंगाल थे, कीचड़ में दलदल में फंसे हुए दरिद्र अवस्थे में हम जो थे, वो ऐसे लोगों को बचाने के लिए प्रभु खुद नम्र और दीन होकर मनुष्य बनकर आया, ताकि हमें ऊंचाई पे बिठा सके। हमें प्रभुओं के साथ बिठाकर ऊंचा दर्जा में हमें बिठाने के लिए प्रभु को नम्र होकर दीन होकर आना पड़ा। അപ്പൊ കർത്താവ് ഇത്ര വലിയവനായ കർത്താവ് തന്നെത്താൻ താഴ്ത്തി ഈ താഴേക്കിടയിലുള്ള നമ്മളെ ഉയർത്തി നമ്മളെ സേട്ടനിൽ എണ്ണുമ്പോൾ അത് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്തില്ല എങ്കിൽ നമ്മൾ സഹോദരന്മാരെ വേർതിരിച്ച് കാണുകയും നമ്മളെ വിദ്യാഭ്യാസം ഉള്ളവനെന്നും പണമുള്ളവനെന്നും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല പശ്ചാത്തലം ഉള്ളവരെന്നൊക്കെ പറഞ്ഞ് അവരെ വേർതിരിച്ച് മനുഷ്യനെ മുഴുവനും ഒരു ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മനസ്സില്ലാത്തവരാക്കി തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിലാണ് ഈ സ്വഭാവം നമ്മൾ യഥാർത്ഥമായി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ എത്രമാത്രം കർത്താവ് വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മളെ ഉയർത്തി, നമ്മളെ എഫേസ്യർ 2 അധ്യായത്തില് നമ്മൾ 1 മുതൽ 4 വരെ വാക്യങ്ങൾ, നമ്മൾ അനുസരണക്കേടിന്റെ മക്കളായിരുന്നു, ഈ ലോകത്തിന് ദൈവത്തെ നടന്നു, നമ്മൾ ന്യായവിധിക്ക് യോഗ്യരാണ്. ഇങ്ങനെയുള്ള നമ്മളെ ദൈവം എങ്ങനെയാണ് ക്രിസ്തുവിൽ ഉയർത്തത് എന്ന് അവിടെ വായിക്കുന്നുണ്ട്. तो वो प्रभु ने अभी क्या किया हमें, जो इतना ये प्रभु यीशु मसीह हम जैसे पापी और दोषियों को बचाने के लिए उन्होंने अपने आप को दीन करके नम्र होकर स्वर्ग छोड़कर खाली कर इस भूमि में आया करके, ये बात का प्रकटीकरण सबसे पहला अनेक विश्वासियों का मन में अच्छी रीति से छप जाना चाहिए। इस विषय में अच्छी तरह से विश्वासी लोग को बोध में आना चाहिए कि प्रभु किस रीति से अपने आप को नम्र हुआ करके, नम्र कर हमें बचाने के लिए आया ताकि ऊंचाई में बता सके। अगर ये बात का बोध अगर हमारे जीवन में नहीं है तो विश्वासी लोग मंडली में क्या करेंगे, हमेशा भेदभाव रखेगा, तू अमीर है, तू गरीब है, तू ये है वो बोलकर, इस रीति से जैसा संसार में जो चलने वाला बात है, मंडली में भी यही अवस्था भाइयों के बीच में दरारी लाकर भेदभाव और द्वेष और ईर्ष्या लाकर स्वभाव वाला मंडली में चल रहा है, क्योंकि उन लोग ने अभी तक मसीह ने हमारे लिए क्या किया है करके ये बात का पहचान ना होने की वजह से इस प्रकार का स्वभाव लाता है। तो ऐसा स्वभाव से भरे हुए लोगों के बीच में से हमें क्या देखना है कि हमें सब लोग मसीह जो हमारे लिए जो कार्य किया है, इस विषय को देखकर हमारा सबका मन मसीह में हम लोग एक होना जरूरी है। 2 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, അങ്ങനെ ക്രിസ്തുവിൽ നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. നോക്കുക എത്രമാത്രം നമ്മളെ സേട്ടരായി ദൈവം കർത്താവ് കണ്ടു. അവനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം നമ്മളെ ഇരുത്താൻ ദൈവത്തിന് പ്രസാദം തോന്നി. और इस रीति से हमें एफिसों की पुस्तक 2 का 5, 6, 7 में हम लोग पढ़ते समय में हमारा अवस्था से किस रीति से हमें वाक्य 6 में कि हमें उसके साथ मसीह के साथ जिलाकर हमें ऊंचाई में लेकर उठाया और स्वर्गीय स्थानों में बिठाया। तो ये प्रभु का इतना बड़ा मन हुआ कि प्रभु ने यह चाहा कि हमें इस रीति से दरिद्र और कीचड़ का अवस्थे से हमें उठाकर स्वर्गीय तलों में ऊंचा स्तर में हमें प्रभु के साथ बिठाया। ये था प्रभु का मन जो प्रभु ने हमारे लिए किया। നമുക്കൊരു നല്ല സഭാജീവിതം നയിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ഈ മനസ്സുള്ളവരായെങ്കിൽ മാത്രമേ ഐക്യത വരികയുള്ളൂ. ഈ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായെങ്കിൽ മാത്രമേ അവിടെ ദൈവഹൃദയത്തിന് സന്തോഷമുള്ളൂ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെങ്കിൽ മാത്രമേ നമ്മൾ ലോകത്തിൽ നിന്നും വ്യത്യസ്തരായിരിക്കത്തുള്ളൂ. കാരണം ലോകത്തിൽ എല്ലായിടത്തും വകഭേദവും മുഖപക്ഷവും ഏറ്റക്കുറച്ചിലുകളും താഴ്ത്തപ്പെടലും അങ്ങനെ മുഖസ്തുതി പറയലും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ ഇതൊന്നുമില്ലാത്ത നിഷ്കളങ്കമായതും ഏറ്റവും ദൈവത്തിന് പ്രിയമുള്ളതുമായ ഒരു തങ്കപ്പെട്ട സഭയായിട്ട് തീരുന്നത് യേശുക്രിസ്തുവിന്റെ മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ എത്തപ്പെടുമ്പോഴാണ്. तो एक अच्छा कलीसिया जीवन जीने के लिए, अच्छा कलीसिया जीवन का अनुभव में होने के लिए हमें मसीह का मन का होना जरूरी है। मसीह का मन का अवस्था क्या है जानकर उसके मन के साथ हमें सहयोग होना बहुत जरूरी है। अगर इस रीति का सहयोग नहीं रहा तो जैसा संसार में भेदभाव, नफरत, ईर्ष्या, कपटी स्वभाव, दूसरों का अपना स्वयं का लाभ के लिए दूसरों का तारीफ करना, ऐसा और कुछ लोगों को नीचे गिराना, धक्का देना, ये सब स्वभाव जो संसार में चल रहा है, यही अवस्था मंडली में भी कलीसिया में भी होता रहेगा, चलता रहेगा। क्यों? क्योंकि उन लोग ने मसीह ने हमारे लिए जो क्या किया हुआ पहचान ना होने की वजह से, और हमें मसीह के मन के साथ एक होना है करके ये अनुभव में नहीं हुआ। तो कलीसिया में अगर प्रेम और एक मन और मसीह का उस प्रेम में अगर बढ़ना है तो मसीह का मनसा क्या है या उसी के मन के समान
में हम लोग सहयोग होना बहुत जरूरी है। അപ്പൊ നമ്മള് ആ, കർത്താവിനോടാണ് നമ്മൾ നേരിട്ട് കടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മോഡൽ അല്ലെങ്കിൽ നമുക്ക് നോക്കാനുള്ള സ്റ്റാൻഡേർഡ് യേശു ക്രിസ്തുവിന്റെ മനസ്സാണ്. तो हम प्रभु के लिए, प्रभु की ओर अच्छी रीति से जीने के लिए हमें प्रभु की ओर हम कर्जदार है, उसके ऊपर, इसके लिए वो है हमारा असली आदर्श, जिसको जिसको हम लोग देखकर सही रीति से हम लोग जी सकते हैं करके एक अच्छा आदर्शी पुरुष है प्रभु यीशु मसीह। അപ്പം തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുക എന്നുള്ള ഗുണം ആരുടെയാണ്? കർത്താവിന്റെ ഗുണമാണ്. കർത്താവാണ് അത് നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഈ ചേറ്റിൽ കിടന്ന് നമ്മളെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ കർത്താവിന് മനസ്സ് തോന്നി. അത് നമ്മുടെ അനുഭവത്തിൽ ലോക്കൽ അസംബ്ലിയിൽ അത് റിസംബിൾ ആകണം. അത് ലോക്കൽ അസംബ്ലിയിൽ പ്രായോഗികമായി കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു സഭാ ജീവിതം അല്ലെങ്കിൽ സ്വർഗീയ ജീവിതം നമുക്കിവിടെ ഉണ്ടാകുന്നത്. तो जो एक दूसरे को हमेशा अपने से भी अच्छा समझकर, बड़ा समझकर दूसरों को आदर करने का ये जो स्वभाव पहला यीशु मसीह में प्रकट हुआ है, जिसके लिए मंडली में जब हम लोग जीते समय में मसीह का यही स्वभाव हमें कलीसिया में भी, मंडली में भी हमें प्रकट कर कर हमें जीना है। ഇനി അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ മൂന്നാം വാക്യത്തിന്റെ അവസാനം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. और उतना ही नहीं, और फिर तीसरा वाक्य में हम ऐसा भी हम पढ़ते हैं कि हमेशा एक दूसरे को खुद का, अपना खुद का लाभ नहीं बल्कि दूसरों का लाभ या दूसरों का भी कुछ अच्छा हो सके, ऐसा हमेशा देखना। നമുക്ക് കർത്താവ്, ഇതിനും കർത്താവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. इसके लिए इसमें भी है, हम देखते हैं कि इसमें प्रभु ही है हमारा अच्छा आदर्श। കർത്താവ് ക്രൂശിൽ വേദന അനുഭവിച്ച് അവന് കഷ്ടതയായി മനുഷ്യന്റെ അവന്റെ മുഖത്ത് തുപ്പി നിന്ദിക്കപ്പെട്ടു അവമാനിക്കപ്പെട്ട് കിടന്നപ്പോൾ മറ്റുള്ളവരുടെ രക്ഷ, അതവിടെ നമ്മൾ ക്രൂശിൽ കിടന്ന ആ കള്ളൻ, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ, ഇന്ന് നീ എന്നോട് കൂടെ പർദീസിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ തന്റെ മരണാവസ്ഥയിലും മറ്റേ സഹോദരന്റെ ഗുണം അന്വേഷിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ സംബന്ധിച്ചോളം കഷ്ടത്തിലായിത്തീരുമ്പോൾ നമ്മളെ എങ്ങനെ രക്ഷിക്കാൻ നോക്കും. പക്ഷെ യേശു ക്രിസ്തു എന്ത് ചെയ്തു? കഷ്ടത്തിലായപ്പോൾ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിച്ച മാതൃകയാണ് ക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. तो वाक्य 4 में हम पढ़ते समय में हर एक जन अपनी ही हित की नहीं वरन दूसरों की हित में भी चिंता करे करके जब वचन बोलते समय में ये बात भी हम देखते हैं कि पहला मसीह में पूरा हुआ। मसीह जब इस दुनिया में जीते समय में, यीशु जब क्रूस में लेकर जाते समय में लोगों ने उसको मारा, पीटा, थूका और सब प्रकार का विरुद्ध कार्य करते समय में भी, तभी भी प्रभु का मन हमेशा दूसरों के लाभ के विषय में वो चिंतित होकर दूसरों को कैसा लाभ मिले ये बात सोचकर ही वो जीता था। क्रूस पर जब वो मरते समय में जब वो चोर ने कहा कि हे प्रभु जब तू राज्य में आएगा तो मुझे याद करना करके बोलते समय में, तुरंत प्रभु उसमें जवाब देता है कि आज तू मेरे साथ परदेसा में होगा। तो मतलब प्रभु जब ये कार्य करते समय में अपने फायदा, अपने आप को कैसा बचाए करके वो नहीं देख रहा था, बल्कि दूसरों भी जो उस पर विश्वास करता है उनको कैसा लाभ हो करके ऐसा सोच विचार में रहकर प्रभु जी रहा था। हमारा अवस्था क्या है? यदि कोई कष्ट कठिनाई आए तो हम लोग अपने खुद को कैसा हम लोग बचाए करके बात को देखते हैं, दूसरों को कैसा भी नीचा गिरा कर हम खुद बचे करके ऐसा अवस्था में करते समय में प्रभु हमेशा अपना परवाह ना करते हुए दूसरों को कैसा लाभ हो करके, इससे दूसरे से कैसा फायदा हो करके ऐसा मनसा से जीने वाला था प्रभु। അപ്പൊ 1 മുതൽ അതിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സാണ്. तो 1 से 4 जब हम लोग फिलिपियों 2 का 1 से 4 पढ़ते समय में वो संपूर्ण रीति से मसीह का मन को दर्शाता है। എന്നിട്ട് ഇവരെ പറയുകയാണ്, ഈ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. और फिर वहां पर वाक्य 5 में कहता है कि जैसा यही बात है, यही स्वभाव तुम में भी हो। എന്നിട്ട് പിന്നെ താപ്പോട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. और फिर उसके बाद से फिर नीचे का वाक्य में जब हम पढ़ते समय में हम देखते हैं, അത് വലിയ, കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോകുന്ന കർത്താവിന്റെ മനസ്സിലെ മനസ്സ്. और उसके बाद से जो वाक्य 6 से जो लिखा हुआ बातें जो है वो हमारा समझ से भी बाहर वाला बातें हैं, जो हम सही रीति समझ भी नहीं सकते, ऐसा बातें हैं वहां पर लिखा गया है जो मसीह का मन में था। അപ്പൊ അത് നമ്മള് ഇന്ന് അത് അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ തിരിയുന്നില്ല. നമ്മൾ 1 മുതൽ അതിന്റെ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം ക്രിസ്തുവിൽ അത് കാണണം. तो हम लोग उस विषय में हम लोग आगे नहीं बढ़ रहे हैं। तो हम लोग सबसे पहला विषय जो हम देख रहे हैं आज का दिन में, जो विषय देख रहे हैं कि फिलिपियों की पुस्तक 2 का 1 से 4 में जो हमने जो बातों को, गुणों को जो हमने पढ़ा, ये सब गुणों की बातें मसीह में है करके
और मसीह में से प्रकट हो रहा है करके ये बात विश्वासी लोग वचन पढ़कर समझना है। ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രകടമാക്കാനാണ് നമ്മൾ സഭായോഗം കൂടുന്നതെങ്കിൽ അത് എത്ര ബ്ലെസ്സഡ് ആയിരിക്കുന്ന സഭാജീവിതമാണ് ആ ലോക്കൽ അസംബ്ലിക്കുള്ളത്. तो अगर ये चार वाक्यों में लिखा हुआ गुण की बातें, मन की बातें अगर कलीसिया एकत्र होते समय में, मंडली एकत्र होते समय में ये गुणों को प्रकट करने के लिए अगर कलीसिया एकत्र होकर आ रहा है, तो वो कलीसिया कितना आशीष में और उनका कलीसिया जीवन, मंडली जीवन कितना आनंद में और धन्य कलीसिया जीवन रहेगा। അപ്പോൾ അതിന്റെ ഒരു വിശദീകരണമാണ് നമ്മൾ ഇനിയും റോമാലേഖനം 12 അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രബോധനം, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ वो विषय में था हम लोग ने, जब हमने देखा कि यदि मसीह में कुछ सांत्वना है, शांति है, तो നമ്മള് ആരാധനയ്ക്ക് കൂടി വരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് റോമാലേഖനം 12 അധ്യായം വായിക്കുന്നത്. इसी बात को हम लोग रखते हुए रोमियो का पुस्तक 12 अध्याय में पढ़ते समय में, जो हम लोग आराधना में आते समय में हमारा अवस्था क्या होना चाहिए करके हम वहां पर हम देखते हैं। അവിടെ അതിന്റെ 12ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 8 से जब हम पढ़ते समय में പ്രബോധനമുണ്ട് അവിടെ. 8 पढ़े, जो उपदेशक हो वो उपदेश देने में लगा रहे, दान देने वाला उदारता से दे, जो अगुवाई करे वह उत्साह से करे, जो दया करे वह हर्ष से करे, प्रेम निष्कपट हो, बुराई से घृणा करो, भलाई में लगे रहो, भाईचारे के प्रेम से एक दूसरे पर दया रखो, परस्पर आदर करने में एक दूसरे से बढ़ चलो, प्रयत्न करने में आलसी न हो, आत्मिक उन्माद में बने रहो, प्रभु की सेवा करते रहो। ഓക്കെ, ഇതാണ് കർത്താവിനെ സേവിക്കുക എന്നുള്ളത്. ഇങ്ങനെ കർത്താവിനെ സേവിക്കുവീൻ. इस बातों में है, इस रीति से प्रभु का सेवा करो। അപ്പൊ ഇങ്ങനെ കർത്താവിനെ സേവിക്കുമ്പോൾ इस रीति से जब इस बातों में जब हम लोग प्रभु का सेवा करते रहते समय में നമ്മള് അതിന്റെ 14 അധ്യായം, റോമാലേഖനം 14 അധ്യായം അതിന്റെ 17 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. रोमो का पुस्तक 14 अध्याय उसका 17 वाक्य को हम पढ़ेंगे। ഈ സഭ അല്ലെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ ചിന്തിക്കപ്പെട്ട രീതിയിലുള്ള സഭാ ജീവിതത്തിൽ ഒരു സഭ ക്രിസ്തുവിന്റെ മനസ്സിൽ എത്തപ്പെടുമ്പോൾ അത് ദൈവരാജ്യമാണ്. तो इस रीति से कलीसिया जीवन में जब एकत्र होते समय में सभी भाई लोग, जैसा हमने इतना समय से जो देखा, मसीह का स्वभाव से भरा हुआ या मसीह का मन के समान भाईचारा के साथ, एकता के साथ रहने वाला कलीसिया मंडली, वो क्या हो जाएगा? वो वास्तव में परमेश्वर का राज्य बन जाएगा। ആ ദൈവരാജ്യം, അവിടെയാണ് ദൈവം ക്രിസ്തു മൂലം മഹത്വം എടുക്കുന്നത്. തന്റെ പുത്രൻ അന്യോന്യം ദോഷിക്കുന്നവരും അന്യോന്യം പഹിക്കുന്നവരും അന്യോന്യം സ്നേഹമില്ലാത്തവരും അന്യോന്യം വിലമതിക്കാതെ കാണുന്ന നീചമായ അവസ്ഥയിൽ കാണുന്നവരെ യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ച് പാപങ്ങളെ പരിഹരിച്ച് മനസ്സിൽ രൂപാന്തരം കൊടുത്ത് ഇന്ന് ദൈവഹൃദയം പോലെ അവരെ ആക്കി തീർക്കുമ്പോൾ യേശു ക്രിസ്തു മൂലം പിതാവ് മഹത്വം കൊടുക്കും. ഇതാണ് ദൈവരാജ്യം. तो इस रीति से मसीह का स्वभाव में बने रहकर चलने वाला अवस्था को रहेगा, तो क्या होगा? परमेश्वर को सबसे भांति वाली, परमेश्वर को प्रसन्न करने वाली, परमेश्वर को महिमा देने वाली स्थानीय कलीसिया बन जाएगा। तो हम तो प्रभु ने वहां पर क्या किया? मनुष्य लोग जो हमेशा एक दूसरे से द्वेष, ईर्ष्या, नफरत और कपटी स्वभाव रखकर हमेशा नफरत करके विरुद्ध स्वभाव दिखाने वाला मनुष्यों को ऊपर प्रभु ने प्रेम कर उनको बचाने के लिए प्रभु जो कार्य किया है करके, ये बात जब मंडली देखकर एकत्र होकर एकता में रहते समय में है, वो है वो स्थानीय मंडली है, वो मंडली जीवन है, परमेश्वर को महिमा देने वाला कलीसिया। അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുകയാണ്. उसका 17 और 18 में हम पढ़े, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും അത്രേ. क्योंकि परमेश्वर का राज्य खाना पीना नहीं, परंतु धर्म और मिलाप और वह आनंद है जो पवित्र आत्मा से होता है, और जो कोई इस रीति से मसीह की सेवा करता है, और जो कोई इस रीति से मसीह का सेवा करता है वह परमेश्वर को भाता है और मनुष्यों में ग्रहण योग्य ठहरता है। അപ്പോൾ ഒരു സഭ എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന സാക്ഷ്യം വഹിക്കുന്ന ഒരു ലോക്കൽ ചർച്ച് സഭാ ജീവിതത്തിന്റെ ഐഡന്റിറ്റിയാണ്. അതെന്താണ്, എങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് നമ്മൾ ഇപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. तो वो एक स्थानीय कलीसिया जब एकत्र होते समय में परमेश्वर को भाते हुए और मनुष्य को ग्रहण योग्य ठहरने के लिए किस रीति से क्या क्या बातें करना चाहिए करके बातें था,
जो अभी हमने फिलिपियों का पुस्तक 2 अध्याय में हमने देखा। അതിന് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ഓരോ നിമിഷവും നമുക്ക് ആവശ്യമാണ്. നമ്മളിൽ ഏതെങ്കിലും നിലയിൽ ക്രിസ്തുവിന്റെ മനസ്സിന് സ്റ്റാൻഡേർഡിന് ചേരാത്തത് എന്തെങ്കിലും മനസ്സിൽ എത്തപ്പെട്ടാൽ അത് ഇരുളാണ്. ഉടനെ തന്നെ ക്രൂശിലേക്ക് നീക്കം ചെയ്തുകൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപമാക്കി നമ്മളെ ദൈവസഭ എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവരാൻ കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കട്ടെ. നമുക്ക് അന്യോന്യം സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ചതുപോലെ ശ്രേഷ്ഠനെ നേടിക്കൊണ്ട് സ്വന്തം ഗുണമുള്ള മറ്റുള്ളവരുടെ ഗുണമോടെ നോക്കി ആ ക്രിസ്തുവിനുള്ള ആ നന്മ നമ്മളിൽ പ്രകടമാകട്ടെ. ക്രിസ്തുവിനെ വായിക്കുന്ന പത്രങ്ങളായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സഹോദരന്മാരെ, നമുക്ക് അതിനായിട്ട് നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. इसके लिए प्रियो, हम लोग इस रीति से मसीह ने जिस रीति से कलीसिया को बचाने के लिए जो कार्य किया है करके ये बात को देखते हुए स्थानीय कलीसिया जब एकत्र होते समय में मसीह का उस प्रेम को और उसी मन को समझकर ये एक चित होकर चलने के लिए सब भाई लोग एक दूसरे के साथ यत्न करें, उसी विषयों में बढ़ते रहने के लिए जो मसीह ने जो हमारे लिए किया है करके उस बात को हमें देखते हुए हम लोग सब यत्न करते हुए, जैसा हमने पहले देखा कि भाईचारा के साथ हमेशा एक खुद का फायदा नहीं लेकिन दूसरों का फायदे के लिए भाइयों को हमेशा श्रेष्ठ समझकर खुद से भी ज्यादा दूसरे लोग श्रेष्ठ है करके ऐसा मनसा रखते हुए श्रेष्ठ रखते हुए मसीह के स्वभाव में हम सब लोग बढ़ते रहे। प्रभु का ये ईश्वरीय स्वभाव में हम सब बढ़ते रहे। प्रभु हम सबको सहायता करे। പ്രാർത്ഥിക്കാൻ സഹോദരന്മാരെ, ജോജ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ.